ഒരു സ്വിംഗ് ട്രേഡർ എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക? പല ട്രേഡേഴ്സിനും ഒരു ഫുൾ ടൈം ട്രേഡ് ചെയ്യാനൊക്കെ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവർ കൂടുതൽ ചെയ്യുന്നത് സ്റ്റോക്കുകൾ, ഇക്വിറ്റികളിൽ സ്വിംഗ് ട്രേഡാണ്. അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡ്? എങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിൽ കൂടുതൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നമ്മൾ ഇവിടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, ഓപ്ഷൻസിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഇതെങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുക. നമ്മളൊരു 1 hour ക്യാൻഡിൽ ഇട്ടിട്ടോ ഡെയിലി ക്യാൻഡിൽ ഇട്ടിട്ടോ ഒരു നല്ല ലോങ് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു എൻട്രി എടുത്ത് ആ ഒരു സ്വിംഗ് ഫുൾ ക്യാപ്ചർ ചെയ്യുക. അതൊരു ദിവസമാകാം, ചിലപ്പോൾ ഒരു 2 ദിവസമാകാം, ഒരു മന്ത് ആകാം. ആ ഒരു രീതിയിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ് ആക്ച്വലി സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾ സ്റ്റോക്കിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റൈറ്റ് സ്റ്റോക്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്സ്. എന്താണ് ഈ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്സ്? പല ആളുകളും പെന്നി സ്റ്റോക്സ്, മിഡ് ക്യാപ് ആൻഡ് മൈക്രോ ക്യാപ് സ്റ്റോക്കുകളൊക്കെയാണ് എന്തിനുപയോഗിക്കുന്നത്? സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണ്? ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് പല സമയത്തും ഷാർപ്പായിട്ടുള്ള അപ്പർ സർക്യൂട്ട്സും ലോവർ സർക്യൂട്ട്സും ഒക്കെ ഹിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സർക്യൂട്ട് ഫിൽറ്റേഴ്സ് മൈക്രോ ക്യാപ്സിനുണ്ട്. അപ്പൊ ഈ സർക്യൂട്ട് ഫിൽറ്റേഴ്സിന്റെ പ്രശ്നം എന്താണ്? നമ്മളെല്ലാവരും ഒരു സിനിമ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. എന്ത് ചെയ്യും? എല്ലാവരും ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ അവിടെ NSE പറയാണ് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഓടി രക്ഷപ്പെടാൻ പറ്റൂല. 5 ആൾക്ക് മാത്രമേ ഇന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അടുത്ത 5 ആൾക്ക് അടുത്ത ദിവസമേ ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ആക്ച്വലി ഈ പറയുന്ന ലോവർ സർക്യൂട്ട്സും അപ്പർ സർക്യൂട്ട്സും ഒക്കെ. ഈ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം എന്താണ്? നമുക്ക് നല്ല പ്രോഫിറ്റ്സ് നമ്മളിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള സെല്ലേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് സ്റ്റോക്സ്, അതായത് ലാർജ് ക്യാപ്സോ അല്ലെങ്കിൽ മിഡ് ക്യാപ്സോ കൃത്യമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏറ്റവും ബെറ്റർ F&Oയിലുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത്തരത്തിലുള്ള റെഗുലർലി അപ്പർ സർക്യൂട്ട്സും ലോവർ സർക്യൂട്ട്സും ഹിറ്റ് ആകുന്ന സ്റ്റോക്സിനെ അവോയ്ഡ് ചെയ്യുക. F&O സ്റ്റോക്സിൽ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ഉണ്ടെങ്കിലും അന്ന് തന്നെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ട്രേഡ് നിർത്തി വെച്ചിട്ട് എഗെയിൻ ട്രേഡ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണ്? നമുക്ക് അന്ന് തന്നെ ഒരു 1% 2% ഒക്കെ ലോസ് വന്നാലും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതർ കേസിൽ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഒരു സ്റ്റോക്ക് പെട്ടുപോവുകയും ഓവറോൾ നമ്മുടെ ക്യാപിറ്റലിനെ തന്നെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന രീതിയിലോട്ട് അത് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്? F&Oയിൽ നിന്ന് മാത്രം നമ്മൾ സ്റ്റോക്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ എല്ലാം കൂടി ഒരൊറ്റ സ്റ്റോക്കിൽ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇത് പൊസിഷൻ സൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 2% ലോസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്ക് ഓടിപ്പോയിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുകയല്ല, ആ സ്റ്റോക്കിന്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എങ്ങനെ 2% ലോസ് വരാൻ സാധ്യതയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ അത് സ്ക്രീൻ ഷെയർ ചെയ്ത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. എന്താണ് സ്വിംഗ് ട്രേഡിങ്ങിന്റെ പൊസിഷൻ സൈസിങ്? ക്യാപിറ്റല് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് റിലയൻസിന്റെ റിലയൻസിന്റെ 2500 രൂപ വിലയുള്ള സ്റ്റോക്കാണ് ബൈ ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 100 രൂപ, അതായത് SL 2400 രൂപയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് എത്രയാണ്? 100 രൂപയാണ്. നമുക്ക് 2% മാത്രമാണ് ക്യാപിറ്റലിന്റെ റിസ്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപയുടെ ലോസ് മാത്രമാണ് ഒരു ട്രേഡിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2000 ഡിവൈഡ് ബൈ റിസ്ക് ആയിട്ടുള്ള 100 നോക്കുകയാണെങ്കിൽ നമുക്ക് 20 സ്റ്റോക്കാണ് 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങേണ്ടത്. നമുക്ക് അതിൽ കൂടുതൽ അല്ലെങ്കിൽ 40 സ്റ്റോക്ക് വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച്
ഈ ഒരു ട്രേഡിൽ എത്ര രൂപ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? 50,000 രൂപ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതായത് 20 സ്റ്റോക്ക്. ക്യാപിറ്റൽ ഡിപ്ലോയിഡ് എത്രയാണ്? വെറും 50,000 രൂപയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കി ഒരു 50,000 രൂപയില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം? അത് മറ്റൊരു സ്റ്റോക്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ റിസ്കിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു ട്രേഡിൽ വരാനുള്ള മാക്സിമം ലോസിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാനും സാധിക്കും. ഈ രീതിയിൽ വേണം നമ്മൾ സ്വിംഗ് ട്രേഡ്സ് ചെയ്യാനായിട്ട്. സ്വിംഗ് ട്രേഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് പാനിക് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാണെന്നറിയോ? ഷാർപ്പായിട്ടുള്ള ഗ്യാപ്പ് ഡൗൺസും ഗ്യാപ്പ് അപ്സും മാർക്കറ്റിൽ വരുമ്പോൾ. അപ്പൊ എന്താ പറ്റുക? നമ്മളൊരു ലോങ്ങിലേക്ക് ഒരു സ്റ്റോക്ക് കൈപ്പിടിച്ചിരിക്കുകയാണ്, പെട്ടെന്നാണ് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരുന്നത്. നമ്മളെല്ലാം പാനിക്കായിട്ട് ചാടിക്കയറി എന്ത് ചെയ്യും? നമ്മുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പുകൾ ആദ്യത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഫില്ലായി ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ലാകുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, ഇല്ല ഫില്ലാവുന്നില്ല, ഫർദർ ഡൗൺ സൈഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, ഒരു റീസെന്റ് സിംഗിളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പൊസിഷൻസിനെ എക്സിറ്റ് ചെയ്യാം. മറിച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്തുകൊണ്ട് ആ സ്വിങ് ഫുള്ള് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്യാപ്പ് ഡൗൺസും ഗ്യാപ്പ് അപ്സും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഷാർപ്പായിട്ടുള്ള ഗ്യാപ്പ് ഡൗൺസിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്യാപ്പ് അപ്പിലും ഒരു ഷോർട്ട് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻസിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ എപ്പോഴും കോൾ സൈഡിൽ ലോങ് പൊസിഷൻ ഇരിക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഷോർട്ട് പൊസിഷൻ. അത് കോൾ ബൈ ചെയ്യുന്നതിനേക്കാളും അടിപൊളി പൊസിഷണൽ ട്രേഡിൽ പുട്ട് ബൈ ചെയ്ത് വെക്കുന്നതാണ്. സോ ലോങ് ടൈമിൽ പുട്ട് ബൈയോ കോളാണ് പുട്ടാണെങ്കിലും നിങ്ങൾ ലോങ് ടൈമിൽ ബൈ ചെയ്ത് വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലും നിങ്ങൾക്കൊരു വ്യൂ ഉണ്ട്, അപ്സൈഡ് പോകുന്ന ഒരു വ്യൂ ഉണ്ടെങ്കിൽ കോൾ ബൈ ചെയ്യുന്നത് ഒട്ടും തന്നെ നല്ല കാര്യമല്ല. കാരണം എന്താണ്? മാർക്കറ്റ് ഒച്ചുപോലെ വളരെ സ്ലോലിയാണ് മുകളിലോട്ട് പോകുന്നത്. എന്നാൽ താഴത്തോട്ട് വരുന്നതോ വളരെ ക്വിക്കായിട്ട് ഒറ്റയടിക്ക് താഴത്തോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കുക? മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കോൾ ഓപ്ഷൻ സ്മോൾ ആയിട്ട് ഡീകേ സംഭവിക്കും. പുട്ട് ഓപ്ഷൻ എന്ത് പറ്റും? ഒറ്റയടിക്ക് താഴത്തോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടും. അപ്പോൾ പൊസിഷനിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൾ ഓപ്ഷൻസിനെ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ പുട്ട് ഓപ്ഷൻസിനെ മാത്രം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിയും സ്റ്റോക്കിലൊക്കെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സ്റ്റോക്സിലൊക്കെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് ക്യാപിറ്റൽ അലോക്കേഷനും റിസ്ക് മാനേജ്മെന്റ് ഉണ്ടാവാൻ സ്റ്റോക്സിൽ ഓപ്ഷൻ ചെയ്യുമ്പോൾ പല ആളുകളും ഒരു 10 സ്റ്റോക്സിലൊക്കെ ഒന്നിച്ച് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ 10 സ്റ്റോക്സിന്റെ ചാർട്ട് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാം? അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ബിഗിനേഴ്സ് ഒക്കെ മിനിമം ഒരു 2 സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു 3 സ്റ്റോക്ക് ഓപ്ഷൻ ഇത്രയും മാത്രമേ തുടക്കമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ? നമുക്ക് കണ്ടിന്യൂസ്ലി 2 സ്റ്റോക്സിലോ 3 സ്റ്റോക്സിലോ മാത്രമൊക്കെയാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ ഓഫ് ട്രേഡ്സ്, നമ്പർ ഓഫ് സ്റ്റോക്സ് അറ്റ് എ ടൈം എന്ത് ചെയ്യുക? കുറച്ച് വെക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയും പൊസിഷണൽ ട്രേഡേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏതൊരു രീതിയിൽ ചെയ്യുന്ന പൊസിഷണൽ ട്രേഡർ ആണെങ്കിലും അവർ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് പ്രോഫിറ്റ്സും ലിമിറ്റഡ് ലോസിലും വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് വേണം, എന്നാൽ ഒരു കൃത്യമായിട്ടുള്ള ടാർഗറ്റ് വെക്കരുത്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. സാധാരണ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്ക് എന്താണ്? ഒരു 10% 15% ഒക്കെ പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ അവരവരുടെ പൊസിഷൻ ബുക്ക് ചെയ്ത് മാറും. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് 100%, 200% ഒക്കെ പോയത് നമ്മൾ വളരെ സങ്കടത്തോടു കൂടി കണ്ടു നിൽക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സൂപ്പർ ട്രെൻഡിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഹയർ ഹൈ പാറ്റേൺ വെച്ചിട്ട് എല്ലാ സ്വിംഗ് ലോസിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്വിംഗ് ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ടാർഗറ്റ് എപ്പോഴും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ നല്ല പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്യുക, അത് റിവേഴ്സ് ആകുന്നത് വരെ. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക. ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് ഒരിക്കലും എന്ത് ചെയ്യരുത്? താഴത്തോട്ട് മാറ്റരുത്. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ഒരു സ്റ്റോപ്പ് ലോസിൽ കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു
അടിപൊളി സ്വിംഗ് ട്രേഡർ ആകാൻ പറ്റും. നിങ്ങളുടെ പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.